ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ഹൗ ടു അനലൈസ് എ മാർക്കറ്റ് ലൈക്ക് എ പ്രോ. ഒരു പ്രൊഫഷണൽ ട്രേഡർ മാർക്കറ്റിനെ കാണുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് എ ട്രാപ്പ് ഇൻ മാർക്കറ്റ്. അങ്ങനെ മാർക്കറ്റിൽ ഒരു ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എൻ്റർ എടുക്കാൻ പറ്റും, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും, എവിടെ ടാർഗറ്റ് വെക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, വീഡിയോയിലിട്ട് പോകാം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് GBP/USD ആണ്. GBP/USD നമ്മൾ ഇനീഷ്യലി എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം 1 ഡേ ടൈം ഫ്രെയിമാണ്. 1 ഡേ ടൈം ഫ്രെയിം നമ്മൾ എന്താണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഏത് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഡെയിലി ബയേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഡെയിലി ബയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഓവറോൾ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. ആ ഒരു എക്സ്പാൻഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പൊസിഷൻ നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മൾ ബൈ പൊസിഷനാണോ സെൽ പൊസിഷനാണോ നമ്മൾ എടുക്കണമെന്നുള്ളതിന് ബേസ് ആ ഒരു 1 ഡേ ടൈം ഫ്രെയിമിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. 1 ഡേ ടൈം ഫ്രെയിം എങ്ങോട്ടാണ് പോകുക അങ്ങോട്ടായിരിക്കും നമ്മൾ ഓവറോൾ മാർക്കറ്റിൽ പൊസിഷൻ ബൈ ചെയ്യുക ഓർ സെല് ചെയ്യുക. ആ ഒരു പൊസിഷൻ നമ്മൾ തീരുമാനിക്കാതെ 1 ഡേ ടൈം ഫ്രെയിമിലായിരിക്കും. അതിനാണ് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ ഡെയിലി ബയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ബയേഴ്സ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. മാർക്കറ്റ് ആദ്യം ഇനീഷ്യലി ബുള്ളിഷാണ്. ബുള്ളിഷിൽ മാർക്കറ്റ് എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഇവിടുത്തെ ഹൈ ഓവറോൾ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മിനിഞ്ഞാന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷിലോട്ടോ പോകാനുള്ള ചാൻസ്, ബുള്ളിഷിലോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എവിടം വരെ ബുള്ളിഷിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു 1 ഡേ OB ഉണ്ട് കണ്ടോ. ഈ ഒരു 1 ഡേ OBയിൽ ടച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. 1 ഡേ OBയിൽ ടച്ച് ചെയ്യണതും ഈ ഒരു FEG ഉണ്ടോ, ഈ ഒരു FEG റീബാലൻസ് ചെയ്യുന്നതും മാർക്കറ്റ് സെയിം ആയിരിക്കും. അത് രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ. നമുക്ക് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ ഡെയിലി ബയേഴ്സ് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഡെയിലി ബയേഴ്സ് മാർക്കറ്റ് ബുള്ളിഷിലോട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ട ടൈം ഫ്രെയിമാണ് 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടുത്തെയാണ് ഈ ഒരു ഡേയ്സാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ ഒരു ദിവസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു 6-ന് ശേഷമുള്ളത് നമ്മൾ നോക്കാൻ പോണില്ല. ഈ ഒരു 5-ൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5th മാർച്ചിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഇനീഷ്യലി നമുക്ക് ബുള്ളിഷ് എൻട്രിയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ബുള്ളിഷ് എൻട്രി നമ്മൾ എങ്ങനെ നമ്മൾ എടുക്കും. ഓക്കെ, ഈ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ആദ്യം വേണ്ടത് മാനിപ്പുലേഷനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ നിങ്ങൾ നോക്ക്, ആ ബുള്ളിഷിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫേക്ക് MSS ആണ്, മനസ്സിലായോ. മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയണതാണ് ബിയറിഷ് MSS എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് ബിയറിഷ് MSS ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല? അതിലാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഡെയിലി ബയേഴ്സ് എങ്ങോട്ടാണ് കിട്ടിയത്, മാർക്കറ്റ് ബുള്ളിഷിലോട്ടാണെന്ന് കിട്ടിയത്. അപ്പോൾ ഇതൊരു ഫേക്ക് MSS ആണ്. ആ ഒരു ഫേക്ക് MSSനെ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കണക്കാക്കും. ഇങ്ങനെ വേണം മാർക്കറ്റിനെ വ്യൂ ചെയ്യണമെങ്കിൽ. ഹയർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക, മാർക്കറ്റിൻ്റെ 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ എക്സ്പാൻഷൻ മാർക്കറ്റിൻ്റെ എങ്ങോട്ടായിരിക്കും, അങ്ങനത്തെ ഒരു വ്യൂ നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഈ ലോ ടൈം ഫ്രെയിമിലെ ഈ ഒരു ചെറിയ മാനിപ്പുലേഷൻസ് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള മൂവ്സാണ് ഇങ്ങനത്തെ കാര്യം. ഇതൊക്കെ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഈ ഒരു സ്വീപ്പ് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് കഴിഞ്ഞാലാണ് മാർക്കറ്റിന് ഫ്യൂവൽ കിട്ടുള്ളൂ മാർക്കറ്റിൽ മേലോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിനെ നമ്മൾ ഈ ഒരു ലോയും കൂടി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതൊരു ഫേക്ക് MSS ആണ്. ഇതെന്താ ചെയ്തിരിക്കണത്, മാർക്കറ്റ് ആ ഒരു ലോയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടുത്ത ആൾക്കാരുടെ ഓർഡേഴ്സ് എല്ലാം എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടുത്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസസ് എല്ലാം മാർക്കറ്റ് കളക്ട് ചെയ്തു. മാർക്കറ്റ് എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആവുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് ആഫ്റ്റർ ഗ്രാബിങ് ദെയർ സ്റ്റോപ്പ് ലോസസ്, ഇപ്പോൾ വേറെ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസസ് മാർക്കറ്റ് ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഹ്യൂജ് റാലി സംഭവിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ. എങ്ങനെയാണ് മാർക്കറ്റിൽ റാലി സംഭവിച്ചിട്ടുള്ളത്? വിത്ത് ആൻ FEG ഓടുകൂടി മാർക്കറ്റ് ഒരു റാലി സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ FEG ഒക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു FEGയോടുകൂടി മാർക്കറ്റ് റാലി സംഭവിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ പ്രോബബിലിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു റിട്രേസ്മെൻറ്റിൽ വന്നിരിക്കുന്ന
ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈസിനെയും വെച്ച് കൂടുതൽ സൈസല്ല ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈസ്. ഈ ഒരു ക്യാൻഡിലിൽ വോള്യൂംസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? മാർക്കറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി നമുക്കൊരു എഫ് ഇ ജിയോടുകൂടി ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു MSS മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം 5 മിനിറ്റിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കതിനെ ഒരു ബുള്ളിഷ് MSS ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് MSS മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ബുള്ളിഷ് MSS ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എൻ്റർ എടുക്കുമോ? ഇല്ല. മാർക്കറ്റ് ഒരു ബുള്ളിഷ് MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റിൽ ഓർ പുൾ ബാക്ക് മാർക്കറ്റ് തരുന്ന സമയത്തായിരിക്കും നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുക. ഈ ഒരു എൻട്രി നമുക്ക് എങ്ങനെയാണ്, എവിടം വരെ ആയിരിക്കും മാർക്കറ്റ് വരിക എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് യൂസ് ചെയ്ത് എങ്ങനെ എൻട്രി എടുക്കാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണാത്തവർ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിബിൽ ഈ ഒരു 50% റേഞ്ച് കിട്ടി. ഓക്കെ, ഈ ഒരു 50% റേഞ്ച് നമ്മൾ വരച്ചു. ഈ ഒരു 50% റേഞ്ചിൽ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഒരു FEG. കണ്ടോ? ഈ ഒരു 50% ലെവലിൽ അടുത്ത് തന്നെ വരുന്ന ഒരു FEG ആണ് ഈ ഒരു FEG. അപ്പോൾ ഈ ഒരു FEGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. മാർക്കറ്റ് ഈ ഒരു 50% ലെവലിൽ നമുക്ക് വെറുതെ ആ ലെവൽ വരച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ആ ലെവലിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടാവണം, ഒരു ലിക്വിഡിറ്റി ഉണ്ടാവണം. ഒരു FEG OB മാർക്കറ്റിൽ ആ ഒരു 50% ലെവലിൻ്റെ അടുത്ത് ഉണ്ടാവണം. ആ ഒരു 50% ലെവലിൻ്റെ അടുത്ത് ഉള്ള FEG ആണ് ഈ ഒരു FEG. ഈ FEG മാർക്കറ്റ് ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലൂസ് അവിടെ കൊണ്ടുവയ്ക്കും. ഈ ഒരു പ്രീവിയസ് സ്വിംഗ് ലോൻ്റെ അടി കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ആൻഡ് ദെൻ നമ്മൾ ടാർഗറ്റ് അവിടെ കൊണ്ടുവയ്ക്കും. ഇതാണ് നമ്മുടെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് 1 ഡേ OB ആണ്. കണ്ടോ? ഈ ഒരു 1 ഡേ OBയിലാണ് നമ്മൾ മാർക്കറ്റ് ഇന്നത്തെ ദിവസം എത്തുന്ന നമുക്ക് ഒരു വ്യൂ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ ടാർഗറ്റ് അടിക്കണവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ടാർഗറ്റ് അടിക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണ്ട. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി വേണം. ഓക്കെ, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ, നമുക്കപ്പോൾ ഈ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ലോവർ ആയിട്ടുള്ള 4 അവർ ടൈം ഫ്രെയിം എടുത്തു. 4 അവർ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാർക്കറ്റ് ഈ ഒരു FEG ഉണ്ട്. ഈ 1 ഡേ OB ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു FEGയിൽ ടാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കൂടുതലാണ്. ഓർ ഈ ഒരു 1 ഡേ OB ടച്ച് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു FEG ടാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 അവർ ടൈം ഫ്രെയിമിലെ ഈ ഒരു FEG ഇതായിരിക്കും നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു റാലി സംഭവിച്ചിരിക്കുകയാണ്. അത് എവിടം വരെയാണ് റാലി സംഭവിച്ചിട്ടുള്ളത്? ഈ ഒരു FEG ടാപ്പ് ചെയ്യണവരെ. ആ ഒരു സംഭവം ഈ ഒരു സ്ഥലം എത്തിയതും നമ്മുടെ 75% ഓഫ് നമ്മുടെ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. 75% ഓഫ് അവർ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. എവിടെ? ഈ ഒരു 4 അവർ FEG ടാപ്പ് ചെയ്ത ഉടനെ. എന്നിട്ട് നമ്മുടെ എൻട്രി നമ്മുടെ പിന്നെ സ്റ്റോപ്പ് ലോസ് നമ്മളെ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും? ബ്രേക്ക് ഈവണിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ നോക്കിയാൽ ഈ ഒരു ബ്രേക്ക് ഈവണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കി 25% ഓഫ് അവർ പൊസിഷൻ്റെ സ്റ്റോപ്പ് ലോസസ് നമ്മൾ ബ്രേക്ക് ഈവണിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഈ ഒരു FEG ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. 75% നമ്മുടെ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. ആൻഡ് നമ്മുടെ ബാക്കിയുള്ള സ്റ്റോപ്പ് ലോസസ് 25% നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ഈ ഒരു ബ്രേക്ക് ഈവണിൽ കൊണ്ടുവച്ചു. ബ്രേക്ക് ഈവണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഹൈ ടാർഗറ്റും കൂടി അടിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റിന് വ്യൂ ചെയ്ത് തരാം. മാർക്കറ്റിൽ നമുക്ക് എവിടെയാണ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു ബുൾ റണ്ണ് സംഭവിച്ചുകൊണ്ടിരിക്കുക, ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുള്ളിഷിലോട്ട് ആ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ സംഭവിച്ചു. അപ്പോൾ നമുക്കത് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? അതൊരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്ത് വേണം?
1 ഡേ ടൈം ഫ്രെയിം, നമുക്കൊരു ഡെയിലി ബയസ് വേണം. ഡെയിലിയിൽ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ടാണ് എക്സ്പാൻഷൻ എന്നുള്ളൊരു വ്യൂ വേണം. ആ ഒരു ഡെയിലി ബയസ് നമുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഒരു ബിയറിഷ് MSS ടച്ച് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഫേക്ക് MSS ആയി കാണാൻ പറ്റും. ഫേക്ക് MSS മീൻസ് ദാറ്റ്സ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമുക്കൊരു 5 മിനിറ്റ് സ്ട്രെച്ചർ ഷിഫ്റ്റ് വന്നു. എന്നിട്ട് 50% ലെവൽ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു. 50% ലെവലിൻ്റെ അവിടെ തന്നെ ഒരു FEG ഉണ്ടായിരുന്നു. ആ ഒരു FEG ടാപ്പ് ചെയ്തു. മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് വന്നു. നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് സിംഗ്ലോൻ്റെ അടിയിൽ വെച്ചു. ഈ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 4 hour ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ ഒരു FEG ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായി കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് ഇനീഷ്യലി നമ്മൾ എൻട്രി എടുത്ത ഉടനെ ഒരൊറ്റ ലാഗ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. എൻ്റെ മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റ് സംഭവിച്ചു. നമ്മുടെ 75% പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തത് 4 hour FEGയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി 25% നമ്മുടെ പൊസിഷൻ നമ്മൾ സ്റ്റോപ്പ് ലോസ് എൻട്രി പൊസിഷനിൽ തന്നെ കൊണ്ടുവച്ചു, ബ്രേക്ക് ഇവണിൽ തന്നെ കൊണ്ടുവച്ചു. എന്നിട്ട് ആ റിട്രേസ്മെൻറ്റ് സംഭവിച്ചപ്പോൾ നമ്മുടെ ബ്രേക്ക് ഇവൺ ടച്ച് ചെയ്തിട്ടില്ല. ആൻഡ് മാർക്കറ്റ് നമ്മുടെ ഫൈനൽ ടാർഗറ്റായ 1 day OBയിലോട്ട് മാർക്കറ്റ് പോയി. ഇങ്ങനെയാണ് മാർക്കറ്റ് വ്യൂ ചെയ്യേണ്ടത്. ഇങ്ങനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് വീഡിയോ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.